മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈവയ്ക്കണം എന്നപേക്ഷിച്ചു. യേശു അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട്, തുറന്നു വരിക എന്നർത്ഥമുള്ള എഫഥ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്ന് അവൻ്റെ നാവിൻ്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. അവസാനത്തെ വാക്യം, ഇത് ആരോടും പറയരുത് എന്ന് യേശു കൽപ്പിച്ചുവെങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. കർത്താവിൻ്റെ പുണ്യനാമം ഈ നല്ല പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് രോഗികൾക്ക് വിടുതൽ കൊടുത്തപ്പോഴും പാപികളെ രക്ഷിച്ചപ്പോഴും എല്ലാം ആ രക്ഷയുടെയും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ഒടുവിൽ അവർക്കൊരു വ്യക്തിപരമായ ഒരു സന്ദേശം കൂടെ കൊടുക്കുക പതിവായിരുന്നു. ചിലരോട് കർത്താവ് പറഞ്ഞു, ഇത് ആരോടും പറയരുത്. ചിലരോട് കർത്താവ് പറഞ്ഞു, ഇത് പട്ടണത്തിൽ പ്രസിദ്ധമാക്കരുത്. വേറെ ചിലരോട് പറഞ്ഞു, നീ ഗ്രാമത്തിൽ കടക്ക പോലും ചെയ്യരുത്. ചിലരോട് പറഞ്ഞു, ഇനിയും മേലാൽ പാപം ചെയ്യരുത്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അതിനുശേഷം കൊടുത്തതായ സന്ദേശങ്ങളും എല്ലാം മിക്കവാറും വ്യക്തിപരമായ റിലേഷനായിരുന്നു, പേഴ്സണൽ റിലേഷൻ. എന്നാൽ കേട്ടു നിന്ന ജനങ്ങൾ ഈ സൗഖ്യത്തെയും വിടുതലിനെയും വാർത്തയ്ക്കായിട്ട് ഉപയോഗിച്ചു. അവർ കൺവെൻഷൻ സംഘടിപ്പിച്ചു, സ്റ്റേജുകൾ കെട്ടിയുണ്ടാക്കി. അവിടെ യേശു കൊടുത്ത വിടുതലിനെക്കുറിച്ച് വളരെ അധികം ഉച്ചത്തിൽ പ്രസിദ്ധമാക്കി. ഏതെല്ലാം മീഡിയകളിൽ കൂടെ പ്രസിദ്ധമാക്കാമോ, സാക്ഷ്യങ്ങൾ പറഞ്ഞതും ഉള്ളതും ഇല്ലാത്തതും കൂടെ ഒക്കെ കൂട്ടിച്ചേർത്ത് അവർ സ്വന്തമായതിൽ നിന്ന് ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് യേശുവിനെ, അവൻ്റെ നാമം ഉയർത്തുക എന്ന ഒരു നാമധേയ, ഒരു നിഴലിൽ അവർ ഏറ്റവും കൂടുതൽ 100 മടങ്ങായിട്ട് അവർ വികസിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് പ്രസിദ്ധമാക്കി. അതങ്ങനെയാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ എത്ര കൽപ്പിച്ചോ അത്രയും എന്ന് പറഞ്ഞാൽ 100%, 100 മടങ്ങ് അവർ പ്രസിദ്ധമാക്കി. സൗഖ്യമായവൻ പ്രസിദ്ധമാക്കിയതല്ല, കേട്ടു നിന്നവരും കണ്ടു നിന്നവരും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിന് ഒരു നിർബന്ധമുണ്ടായിരുന്നു. താൻ ചെയ്യുന്നതായ രോഗികൾക്ക് കൊടുക്കുന്നതായ വിടുതലിനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കരുത്, പ്രസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കരുത്, ആദായത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. എന്നാൽ സ്വർഗരാജ്യത്തെയും ദൈവരാജ്യത്തെയും കുറിച്ച്, മനുഷ്യനിൽ പാപബോധം ഉണ്ടാക്കുന്നതായ സുവിശേഷത്തെക്കുറിച്ച് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയി ഈ സുവിശേഷം പറഞ്ഞ് പലരെയും സൗഖ്യമാക്കുകയും വിടുതലാക്കുകയും ചെയ്യുവിൻ. എന്നാൽ സൗഖ്യവും വിടുതലും മനുഷ്യനും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ്. കർത്താവ് ഒരു ഊമനായ മനുഷ്യനെ തൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ജനങ്ങളിൽ നിന്ന് അവൻ്റെ കൈക്ക് പിടിച്ചും കൊണ്ട് അവനെ വേറിട്ട് കൊണ്ടുപോയി. പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ വെച്ച് കർത്താവ് സൗഖ്യം കൊടുക്കുവാൻ താല്പര്യപ്പെട്ടില്ല. കാരണം അങ്ങനെ ചെയ്താൽ അത് യേശുവിൻ്റെ നാമത്തിന് പ്രസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതായി പോകും. നമ്മുടെ കൺവെൻഷനുകളിലും നമ്മുടെ യോഗങ്ങളിലും നമ്മുടെ ആരാധനകളിലുമൊക്കെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ പ്രസിദ്ധിക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും വ്യക്തിപരമായ ഓരോരോ ആദായ സൂത്രത്തിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് പ്രസിദ്ധിയാണ്, അഡ്വർടൈസ്മെൻ്റാണ്, പബ്ലിസിറ്റിയാണ്. ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല എന്ന് തിരുവചനത്തിൽ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. നമുക്ക് അങ്ങനെ ചെയ്യാമെങ്കിലും അങ്ങനെ ചെയ്യുന്നിടത്ത് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുകയില്ല. അത് കേൾക്കുന്ന ഒരു വ്യക്തി, ഒരു ചെകിടൻ പോലും പിന്നെ അത് കർത്താവിനെ തേടി വരാതെ ഇരിക്കത്തക്കവണ്ണം അത്ഭുതങ്ങളുടെ പുറകെ മനുഷ്യൻ ഓടുന്ന ഒരു പ്രവണത സൃഷ്ടിക്കും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പല ഉപകാരങ്ങൾ ചെയ്യും, വ്യക്തിപരമായി, കുടുംബപരമായി, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിലൊക്കെ കർത്താവ് അത്ഭുതകരമായ ചില പ്രവൃത്തികൾ ചെയ്തേക്കാം.
എന്നാൽ അതിനെ നമ്മൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കർത്താവ് അതിനോടുകൂടെ വരുന്നില്ല. അതിൽ കൂടെ ഒരു ആത്മാവിനെ നമുക്ക് നേടുവാൻ കഴിയുകയില്ല. വലിയൊരു കോലാഹലങ്ങൾ സൃഷ്ടിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചേക്കും. എന്നാൽ സുവിശേഷം അവിടെ തോൽക്കുന്നു, പ്രസിദ്ധി ജയിക്കപ്പെടുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ജനത്തെ, രോഗിയെ സൗഖ്യമാക്കുമ്പോൾ ആ രോഗിക്ക് കർത്താവ് ഒരു വേർപാട് നിശ്ചയിക്കും. അവനെ കൈക്ക് പിടിച്ച് വേറിട്ട് കൊണ്ടുപോയി മറ്റുള്ളവരിൽ നിന്ന് വ്യക്തമായ ഒരു അകലത്തിൽ കർത്താവ് അവനോട് സംസാരിക്കുകയുണ്ടായി. തുറന്നു വരുവാൻ അവനോട് കൽപ്പിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഒരു റിലേഷനാണ്, ബന്ധമാണ് സൗഖ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. നാം കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധവും കമ്മ്യൂണിക്കേഷനും നമ്മൾ സ്ഥാപിക്കുമ്പോഴാണ് ആ സൗഖ്യത്തിൽ നമുക്ക് വളരുവാൻ ഉപയോഗിക്കുന്നത്. ഇല്ലായെങ്കിൽ നമുക്ക് ലഭിച്ചതായ സൗഖ്യം അങ്ങാടിയിൽ നമ്മൾ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ പോലെ, ലാഭത്തിന് കച്ചവടം ചെയ്യുന്നവരെ പോലെ ആയിപ്പോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് വിശ്വസ്തരെന്നെണ്ണി നമ്മുടെ അപേക്ഷ കേട്ട് പലപ്പോഴും നമ്മളെ സൗഖ്യമാക്കിയെന്നിരിക്കാം. നമ്മുടെ കണ്ണുനീർ കണ്ട് നമ്മുടെ വിഷയങ്ങളിൽ ഇടപെട്ടെന്നിരിക്കാം. എന്നാൽ ദൈവം നമുക്ക് ചെയ്യുന്നതായ ഉപകാരങ്ങൾ കച്ചവടത്തിന് വേണ്ടിയും പ്രസിദ്ധിക്ക് വേണ്ടിയും നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയും ഉപയോഗിച്ചാൽ, മുന്തിരിത്തോട്ടത്തിൽ ആക്കി വെച്ചതായ വേലക്കാരെ പോലെ, അല്ലെങ്കിൽ വിശ്വസ്തരല്ലാത്തതായ ചില ജോലിക്കാരെ പോലെ നമ്മളായിപ്പോകും. ഉടയവൻ നമ്മളിൽ നിന്നും ഫലമെടുക്കുവാൻ വരുമ്പോൾ നമ്മുടെ ഫലങ്ങളെല്ലാം നമ്മൾ കച്ചവടം ചെയ്ത് ഒന്നും ശേഷിപ്പില്ലാത്തവരായി നമ്മൾ ഉടയവൻ്റെ മുൻപിൽ കാണപ്പെടും. അങ്ങനെ കർത്താവാക്കി വെച്ചതായ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കുന്നതിനിടയായിത്തീരും. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായിട്ടുള്ളതായ ഒരു വേർപാട് ദൈവം സൃഷ്ടിക്കുമ്പോൾ ആ വേർപാടിൻ്റെ മധ്യത്തിൽ കർത്താവിന് നമ്മോട് പറയുവാൻ ഒരു സന്ദേശം കാണും. ഇത് നീ പ്രസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. നമുക്ക് ലഭിച്ചതായ സൗഖ്യവും നമുക്ക് ലഭിച്ചതായ വിടുതലും നമ്മുടെ ലാഭത്തിനും നമ്മുടെ പ്രസിദ്ധിക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കപ്പെടുമ്പോൾ അവിടെ സുവിശേഷം തോൽക്കപ്പെടുന്നു. ആ അത്ഭുതമായ പ്രവൃത്തികളൊക്കെയും മനുഷ്യനിൽ അത്ഭുതത്തിൻ്റെ മിറാക്കുലസ് വേൾഡിലേക്കുള്ളതായ ഒരു യാത്രയ്ക്ക് നമ്മൾ വഴി തുറന്നിട്ട് കൊടുക്കുകയാണ്. അവിടെ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവം പ്രസാദിക്കുന്നതോ നാമും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളതായ ഒരു ബന്ധം, സുവിശേഷത്തിന് ഊന്നൽ കൊടുത്ത് സുവിശേഷ സത്യത്തിന് വേണ്ടി ഉള്ളതായ ഒരു യജ്ഞത്തിൽ നാം വിജയിക്കുമ്പോഴാണ് സൗഖ്യവും വിടുതലുകളും നമ്മെ അനുധാവനം ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പലപ്പോഴും ദൈവം സൗഖ്യമാക്കിയതായ അല്ലെങ്കിൽ ദൈവം തന്നതായ വിടുതലുകൾ പലരുടെയും ജീവിതത്തിൽ തിരികെ വരുന്നത് കാണാം. പല രോഗികൾ കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചിട്ട് വീണ്ടും അവർ അതേ രോഗത്താൽ ബാധിതരായി കാണുന്നില്ലേ? എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് കൊടുത്തതായ സൗഖ്യം അവർ പ്രസിദ്ധിക്ക് വേണ്ടി കച്ചവടം ചെയ്യപ്പെട്ടു പോയി. ഇല്ലെങ്കിൽ അവർ കച്ചവടം ചെയ്തില്ല എങ്കിൽ അവരെ കണ്ടു നിന്നവർ, അവരെ കേട്ടു നിന്നവർ, അവർക്ക് ചുറ്റും കൂടിയ സമൂഹം, അവരുടെ സഭ, അവരുടെ നേതാക്കന്മാർ, അവരെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതായ ഒരു കൂട്ടം ജനങ്ങൾ ആ സൗഖ്യത്തെ പ്രസിദ്ധിക്ക് വേണ്ടി അവൻ്റെ കയ്യിൽ നിന്നും വില കൊടുത്തു വാങ്ങി. യേശു പറയുന്നത് എന്താണ്, കർത്താവ് പറയുന്നതുള്ള വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. ഊമനായ മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, നീ ഇത് ആരോടും പ്രസിദ്ധമാക്കരുത്. പറയരുതെന്നല്ല, നിനക്ക് പറയാം, നിനക്ക് സംസാരിക്കാം, ദൈവസന്നിധിയിൽ ആ സന്തോഷത്തെ നിനക്ക് പങ്കിടാം. പക്ഷെങ്കിൽ കർത്താവ് പറയുന്ന വാക്ക്, ഇത് ആരോടും പ്രസിദ്ധമാക്കരുത്, പബ്ലിസിറ്റി ചെയ്യരുത്. അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയും അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും ആദരവിന് വേണ്ടിയും പ്രസിദ്ധിക്ക് വേണ്ടിയും നീ ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ പബ്ലിസിറ്റി ചെയ്യുന്നവനായി തീരരുത്. ദൈവവുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കപ്പെടുമ്പോഴാണ് ദൈവം നമ്മെ നിയന്ത്രിക്കുന്നത്, ദൈവം നമ്മോട് സംസാരിക്കുന്നത്, ദൈവത്തോട് നമുക്ക് സംസാരിക്കുവാനുള്ളതായ വഴികൾ കർത്താവ് തുറന്നു തരുന്നത്. ഈ പ്രഭാതത്തിൽ കർത്താവുമായിട്ടുള്ളതായ ഒരു വ്യക്തിപരമായ വേർപാടിന് ജീവിതം ചെയ്ത് കർത്താവ് തരുന്നതായ ആ വിടുതലിനെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ, സൗഖ്യത്തെ ദൈവസന്നിധിയിൽ ആ സൗഖ്യമായി ബലമായി അത് പിടിച്ചുകൊള്ളുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇന്ന് അമിതമായ കൃപയും ജ്ഞാനവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.